ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുലിഖിതം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രവചനങ്ങളെ നിന്ദിക്കരുത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ട അഭിഷേകത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തെ എളിമപ്പെടുത്താം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കുട്ടികളും മുതിർന്നവർ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി വിവിധ ഭവനങ്ങളിലായി അനേക ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും സജീവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അച്ഛൻ പ്രത്യേകമായ ഒരു സ്നേഹ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക രോഗികളെ ഈ ശുശ്രൂഷയുടെ സമയത്ത് കുടുംബങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരുക്കി കിടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി അച്ഛൻ പ്രത്യേക ഈ സമയം പ്രാർത്ഥിക്കുന്നു. യുവതിവാക്കന്മാരുടെ ഓരോ നിയോഗങ്ങളും ഈ ആൾത്താരയിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സ്ഥാപനത്തിലും ആയിരക്കണക്കിന് സമർപ്പിത സിസ്റ്റേഴ്സ് ഈ പ്രാർത്ഥനയിൽ ചേരുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ സമയം ലോകമെമ്പാടും ലക്ഷോപലക്ഷം ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു അഗ്നിയുടെ അഭിഷേകം അവർക്ക് വേണ്ടി തുറക്കപ്പെടാൻ വേണ്ടി ഈ സമയം നമ്മുടെ ഒത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രാജ്യങ്ങളിലുമായി നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് കർത്താവിൻ്റെ കൃപയുടെ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 45:5, തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ആ വചനം നേരിട്ട് പറഞ്ഞേ, തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം. ക്ഷീണം മാറി, മന്ദത മാറി, മരവ് മാറി, ജ്വലിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവമേ ഈ സമൂഹം മുഴുവനെയും ഉണർത്തണമേ. ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അഭിഷേകമേ, അഭിഷേകമേ, അഭിഷേകം ചെയ്തിടുദാസൻ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും കുടുംബങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ ചേരുക. നന്നായി കൈയടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി കുടുംബം ഒന്നിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് തുള്ളിച്ചാടി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ അത്ഭുതത്തിന്റെ ശക്തിയേ, ഓരോ കുടുംബങ്ങളിലേക്ക് വരണമേ. ക്ഷീണിതരും ദുഃഖിതരും ബലവാന്മാരും യുവതിയുവാക്കന്മാരും കുട്ടികളും പഠിപ്പുള്ളവരും പഠിപ്പില്ല സകലരും ഉണരട്ടെ. യുവതിയുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഓ ദൈവമേ,
ഓരോ കുടുംബങ്ങൾ ക്ഷീണങ്ങൾ മാറട്ടെ, ഓരോ കുടുംബങ്ങളും തടസ്സങ്ങൾ മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, പൈശാചിക പേര് വിട്ടുമാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആരാധന ആരാധന, ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഓ ശക്തിയുടെ അഭിഷേകം, ഓ കൃപയുടെ അഭിഷേകം, ഓ ജീവന്റെ അഭിഷേകം, ഓ സമൃദ്ധിയുടെ അഭിഷേകം, ഓ വിടുതലിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ആരാധന 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 ഗ്ലോറി ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ കുടുംബങ്ങളിലേക്ക് നിറയണമേ, ഈ ദാസീദാസന്മാരുടെ മേൽ നിറയണമേ പരിശുദ്ധാത്മാവേ. രോഗികളിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ. ഉണർവ് നഷ്ടപ്പെട്ട ഓരോ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. വിദ്യാർത്ഥി നിറയണമേ പരിശുദ്ധാത്മാവേ. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട് ഓരോ കാര്യങ്ങളിൽ തട്ടിമുട്ടി ആത്മാവിൻ്റെ ഉണർവ് നഷ്ടപ്പെട്ട് ദൈവം നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ വലിയ അന്ധകാരത്തിലേക്ക് വീണുപോയ മക്കളെ ഇപ്പോൾ പ്രത്യേകം കൈപിടിച്ച് ഉയർപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ആരാധന ആരാധന ആരാധന. ഓ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങൾ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇത് ഒരു കുടുംബ സദസ്സാണ്. കുടുംബം ഒരു ധ്യാനകേന്ദ്രമായി മാറുന്ന സമയമാണ്. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ ഈടുറ്റ ഓരോ ചിന്തകൾ നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി ദൈവം നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു സമയമാണിത്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രവചനങ്ങളെ നിന്ദിക്കരുത്. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ തീരെ നിസ്സാരമായൊരു കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനം ഒരുപാട് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കിതൊരു വില തോന്നിയിട്ടില്ല. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കും, അല്ലെങ്കിൽ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു മേഖലയായ അല്ല എന്നിങ്ങനെ ഉള്ളിൽ തോന്നുക. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ തകിടമറിക്കാൻ തക്കവിധം അതീവ ഗുരുതരമായ പ്രത്യാഘാതം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അതിഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് പ്രവചനങ്ങളെ നിന്ദിക്കുക. ഇതിനെക്കുറിച്ച് എനിക്ക് ഉൾക്കാഴ്ച കിട്ടിയ ഒരു വചനഭാഗം ആമോസ് പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഇസ്രായേൽ രാജ്യവും യൂദയ രാജ്യവും, 2 രാജ്യങ്ങൾ. ആദ്യം അത് ഒരു രാജ്യമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാൻ ആദ്യം ഒന്നായി കടന്ന പോലെ പിന്നെ മുറിച്ചപ്പോൾ 2ആയി. അതേമാതിരി ഇസ്രായേലിന് 2ആയി മുറിച്ചു. അപ്പോൾ ഒരു യൂദയ രാജ്യം ഉണ്ടായി, ഒരു ഇസ്രായേൽ രാജ്യം ഉണ്ടായി. അടുത്തടുത്ത് 2 രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവാണ് ജെറോബവാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ രാജാവിന്റെ പേര്? ജെറോബവാം. ജെറോബവാം രാജാവ്. യൂദയ രാജ്യത്ത് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകനാണ് ആമോസ്. ആ ആമോസ് യൂദയ രാജ്യത്ത് നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ അവിടുന്ന് പുറപ്പെട്ട് ഇതാ ഇസ്രായേൽ നാട്ടിലെത്തി. എന്നിട്ട് ജെറോബവാമിനെ കുറിച്ചും ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവചനങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവിടെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് അവിടെ കൊട്ടാരത്തിൽ വേറൊരു പ്രവാചകനുണ്ട്. രാജാവിൻ്റെ ഇംഗിതങ്ങൾ അനുസരിച്ച് രാജാവിനെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന വേറൊരു പ്രവാചകൻ. ആ പ്രവാചകന്റെ പേരാണ് അമാസിയ. അദ്ദേഹം അവിടുത്തെ ഒരു പ്രമുഖനാണ്, ഒരു വലിയൊരു നേതാവാണ്. ഒരു കാര്യം വന്നാൽ പെട്ടെന്ന് ഇടപെടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം, അമാസിയ. ഈ ആമോസ് പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കറയില്ലാതെ അതിന്റെ ശക്തിയിൽ രാജ്യത്ത് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ അമാസിയ ഇടപെട്ടു. അതാണ് ആമോസ് പ്രവചനത്തിൽ 7-ാം അധ്യായം 10 മുതലുള്ള തിരുലിഖിതങ്ങൾ. അപ്പോൾ ബഥേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബവാമിന്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു,
ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിന്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അവന്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല. ഇവിടെ എന്ത് ഗൂഢാലോചന നടന്നത്? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ അരുളപ്പാട്, പ്രവാചകൻ നേരിട്ട് വരുന്നു, നേരെ രാജാവിനെ അറിയിക്കുന്നു. അവിടെ ഇടം വല നോക്കാതെ, മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ പ്രഖ്യാപിക്കുന്നു. ഇന്നും ഈ ഒരു സൂക്കേട്, ഇന്നും ഈ ഒരു പ്രശ്നം സമൂഹത്തിലുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ ശുശ്രൂഷകളും ദൈവത്തിന്റെ നാമത്തിന്റെ ദൗത്യങ്ങളും പൂർത്തിയാക്കുന്ന ഓരോ ശുശ്രൂഷകരുടെ നേരെ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരൊരു ഗൂഢാലോചനക്കാരാണെന്നും അവരെക്കുറിച്ച് തെറ്റായ ധാരണ അധികാരികളുടെ അരികിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ദുരാത്മാവിന്റെ പ്രവർത്തനം. ഇത് ഒരു പ്രത്യേക ഇംപ്രഷൻ രാജാവിന് ഈ പ്രവാചകനെ ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള അതിനെ വളച്ചൊടിച്ച് അറിയിക്കുകയാണ്. ഇതാ ഗൂഢാലോചന. എന്ത് പ്രവാചകൻ എന്തിനാ ഗൂഢാലോചന ചെയ്യുന്നത്? പ്രവാചകൻ ഇതാ ഗൂഢാലോചന ചെയ്തിരിക്കുന്നു പറഞ്ഞ് അറിയിക്കുകയാണ്. അങ്ങനെ അറിയിച്ചിട്ട് രാജാവ് പ്രത്യേകിച്ച് ഇടപെടുന്നത് കാണുന്നില്ല. അപ്പോൾ ഈ പ്രവാചകൻ ഇരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണ്. അതാണ് അടുത്ത വചനങ്ങൾ നമ്മൾ കാണുന്നത്. 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അമാസിയ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി, യൂദയ നാട്ടിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അഹിർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനി മേലിൽ ബഥേലിൽ പ്രവചിക്കരുത്. ഇത് രാജാവിന്റെ ശ്രീകോവിലും രാജ്യത്തിന്റെ ക്ഷേത്രവുമാണ്. നോക്ക്, രാജാവ് ഇടപെടുന്നില്ല. ഉടനെ അമാസിയ നേരിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി വരികയാണ്. ദീർഘദർശി, നീ യൂദയയിലേക്ക് ഓടുക. ഒരു പ്രവാചകനോട് സംസാരിക്കുന്ന രീതിയാണിത്. പുച്ഛം, അവജ്ഞ, നിന്ദ, ചവിട്ടി മതിക്കുന്ന രീതി. ആ പ്രവാചകനെ ശ്രവിക്കാനോ, ആ പ്രവാചകന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ, ആ പ്രവാചകനോട് ദൈവം കൂടുതലായി എന്താണ് ചെയ്യേണ്ടത്, ദൈവം കൂടുതൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് കൂടി ആലോചന ചോദിക്കാനോ ഇതൊന്നിനും അയാൾക്ക് തോന്നുന്നില്ല. പകരം പറയാണ്, ദീർഘദർശി, നീ യൂദയയിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അഹിർവൃത്തി കഴിച്ചുകൊള്ളുക. എന്താ ഇവന്റെ ധാരണ? ഈ ആമോസ് അവിടെ ഉപജീവന മാർഗം ഇല്ലാതെ ഇവിടെ ഉപജീവന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഇവൻ ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ആത്മാവിന്റെ പ്രവർത്തനം, ഈ ഒരു വിപരീത ചിന്ത ഇന്ന് നമ്മുടെ ചിന്തകളെയും അലട്ടുന്നില്ലേ? നമ്മുടെ രീതികളിലും നമ്മുടെ പ്രവർത്തന രീതികളിലും നമ്മുടെ മനോഭാവങ്ങളിലും ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു രീതി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ദേശത്തേക്ക് ഓരോ ശുശ്രൂഷകരെ ജീവിക്കുന്ന ദൈവമായ കർത്താവ് അയച്ച് ഓരോ കാലഘട്ടത്തിലും ആവശ്യമുള്ള ദൂതുകൾ നൽകുമ്പോൾ എന്താ ചിന്ത? ഇവര് പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കാവും, ഇവര് ഉപജീവന മാർഗത്തിന് വേണ്ടി വന്നിരിക്കാവും. എവിടെയോ പണിയില്ലാതെ കിടക്കുന്നവര്, ഓരോ ജോലിയിൽ പൈസ ഇല്ലാതെ കിടക്കുന്നവര് എന്തെങ്കിലും ശേഖരിച്ചു കൂട്ടാൻ വേണ്ടി വന്നിരിക്കാവും. ചിന്തിച്ചു നോക്കുക, മനസ്സിൽ കൂടെ ഓടിയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഓരോ രാജ്യങ്ങളിലാണ്, ഓരോ സ്ഥാനങ്ങളിലാണ്. ഒരുപക്ഷെ പണം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ സ്ഥിതിയിലായിരിക്കാം, ഒരുപക്ഷെ ഓരോ രാജ്യങ്ങളിൽ കർത്താവ് ഉണ്ടാക്കിയതായിരിക്കാം. പ്രിയ പൈതലേ, ഓർക്കണം, ദൈവരാജ്യ ശുശ്രൂഷകളോടും കഴിഞ്ഞ നാളുകളിൽ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകളും മനോഭാവങ്ങളും എന്തൊക്കെയായിരുന്നു? അവജ്ഞ നിറഞ്ഞത്, പുച്ഛം നിറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ശുശ്രൂഷകരെ കുറിച്ച് ഇവര് നാടും വീടും വിട്ട് ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിൽ തങ്ങളുടെ ദൗത്യം നിറവേറ്റാൻ വേണ്ടി രാപകല് മുട്ടുകുത്തിയും പ്രാർത്ഥിച്ച് ഉപവാസം എടുത്തും അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുമ്പോൾ ഇവര് ഉപജീവനം കഴിക്കാൻ, ഇവര് ഭക്ഷണം കഴിക്കാൻ, ഇവര് പണം ഉണ്ടാക്കാൻ, ഇവര് ഓരോ കാര്യങ്ങൾ തൊഴിലില്ലാതെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഇങ്ങനത്തെ ചിന്തകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ പ്രവാചകനിൽ ഈ അമാസിയയിൽ അതേ ആത്മാവിന്റെ പീഡ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രവാചകനോട് പറയുകയാണ്, ദീർഘദർശി, നീ യൂദയ നാട്ടിലേക്ക് ഓടിച്ചെന്ന് നീ അഭിവൃദ്ധി കളിച്ചുകൊള്ളുക. ഉടനെ ആമോസ് പ്രവാചകൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആമോസ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതാണ് തുടർന്ന് വരുന്ന വചനങ്ങളിൽ 14 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നത്. ആമോസ് പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു പ്രവാചകനോ പ്രവാചക പുത്രനോ അല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടി ഒരുക്കുകയായിരുന്നു എൻ്റെ ജോലി. ആട് മേയിച്ച് നടന്ന എന്നെ എൻ്റെ കർത്താവ് വിളിച്ച് അരുളി ചെയ്തു, എൻ്റെ ജനമായി ഇസ്രായേൽ ചെന്ന് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസ്ഹാക്കിന്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയായി തീരും.
നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും. നിന്റെ ഭൂമി അളന്ന് പങ്കിടും. അശുദ്ധ ദേശത്ത് കടന്ന് നീ മരിക്കും. ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും. എന്താ നിസ്സാര കാര്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് ഈ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു ദൈവരാജ്യ ശുശ്രൂഷയെ അപകീർത്തിപ്പെടുത്തുക, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വന്ന ഒരാളെ നിന്ദിക്കുക, ഓരോ തരത്തിലും അവരെ അപവാദം പറഞ്ഞ് അവരെ ശ്വാസം മുട്ടിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി തീരെ നിസ്സാരമായ ഒരു പ്രവൃത്തിയാണിതെന്ന് ധരിച്ചു വശാകരുത് മക്കളെ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയമാണ് ഈ ആമോസിന്റെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 16-17 തിരുലിഖിതങ്ങൾ. ആമാസിയായോട് പറയുകയാണ്, നിന്റെ ഭാര്യ ഈ പട്ടണത്തിൽ വേശ്യയായി മാറും. നിന്റെ മക്കള്, നിന്റെ പുത്രനും നിന്റെ പുത്രന്മാരും പുത്രികളും, എടുത്തെടുത്ത് നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയായി വെട്ടി വീഴ്ത്തപ്പെടും. നിന്റെ ദേശം, നിന്റെ ഭൂമി അളന്ന് പങ്കിടും. നീ വളർത്തി വലുതാക്കിയതും, നീ വെച്ച മണിമന്ദിരങ്ങളും, നീ വളർത്തിയ എസ്റ്റേറ്റുകളും, നീ മതിൽ കെട്ടി ഗേറ്റ് വെച്ച് നീ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന സംഗതികൾ സകലതും അളന്ന് പങ്കിട്ട് ലേലം വിളിച്ച് എല്ലാവരും എടുത്തോണ്ട് പോകും. നീയോ അശുദ്ധ ദേശത്ത് കടന്ന് ദയനീയമായി മരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ പ്രവാചകങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. അത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതം കൊണ്ടുവരുന്നൊരു തിന്മയാണ് പ്രവചനങ്ങളെ നിന്ദിക്കുക. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളുമായി ദേശത്തേക്ക് വരുന്നവരെ അപമതിക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു തിന്മയുണ്ട്. ആ തിന്മയാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 5 മുതൽ 13 വരെ തിരുലിഖിതങ്ങൾ. എന്താ ഇതിന്റെ പശ്ചാത്തലം? ശ്ലീഹന്മാർ എല്ലാവരും തീഷ്ണതയോടെ ഇരിക്കുമ്പോൾ തീനാവുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന് അവരെല്ലാവരും നിറഞ്ഞു. പന്തക്കുസ്താ നാളിൽ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാ പൂരിതരായി. അങ്ങനെ അവരെല്ലാവരും ആ പത്രോസ്ലീഹ മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഉടനെ അവിടെ പരിസരത്തുള്ള എല്ലാവരും ഓടിക്കൂടി. ഈ ബഹളവും ഈ സ്വരവും കേട്ട് അവരെല്ലാവരും ഓടിക്കൂടി. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് അവരവരുടെ വാക്കുകളിൽ, അവരവരുടെ ഭാഷകളിൽ അവർ കേട്ടപ്പോൾ അവർ വിസ്മയഭരിതരായി. അതാണ് 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ തങ്ങൾ ഓരോരുത്തരും ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും ഏലാമിയക്കാരും മെസൊപ്പൊട്ടേമിയ നിവാസികളും യൂദയായാലും കപ്പാദോക്യയിലും പോന്തോസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയയിലും പാംഫീലിയയിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ശ്രവിക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? അവർ പരസ്പരം ചോദിച്ച് വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. ഈ ദൈവത്തിന്റെ ശിഷ്യന്മാരിലൂടെ വലിയ കാര്യം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. ഇത് കണ്ടു വളരെ വലിയൊരു മജോറിറ്റി ഇതെങ്ങനെ, ഇതെന്ത് ദൈവമേ, ദൈവത്തിന്റെ അത്ഭുതം പറഞ്ഞു. അങ്ങനെ അത്ഭുതപ്പെടുക, വിസ്മയിക്കുക, ഹൃദയം തുറക്കുക, ആവേശത്തോടെ ദൈവത്തോട് ഹൃദയം തുറന്ന് ദൈവത്തോട് സ്നേഹിക്കുക, അങ്ങനത്തെ രീതി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിച്ച മറ്റൊരു പ്രവർത്തനം, മറ്റൊരു ആത്മാവിന്റെ പ്രവർത്തനവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് 2-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പുച്ഛം, പരിഹാസം, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അനേകർ ഗാനശുശ്രൂഷ ചെയ്യുന്നു, അനേകർ കൗൺസിലിംഗ് നടത്തുന്നു, അനേകർ. അപ്പോൾ എന്താ പറയണത്? ഓരോ ദുഷിവാക്കുകൾ അവരുടെ മേൽ ആരോപിക്കുക, അവരെ ദുഷിച്ച് പറയുക, അവരെ കിറുക്കന്മാരായും അവരെ കഴിവില്ലാത്തവരായും അവരെ ബുദ്ധിയില്ലാത്തവരായും അവരെ ഭ്രാന്തന്മാരായും ഒക്കെ ചിത്രീകരിക്കുക. രാപകലില്ലാതെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ രാപകലില്ലാതെ രാജ്യാന്തരങ്ങളിൽ, ദേശാന്തരങ്ങളിൽ, പട്ടണാന്തരങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നവരാകട്ടെ, അവരെല്ലാം ഇകഴ്ത്തി ചിന്തിക്കുക. പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ട് ഇത് തട്ടിപ്പാണ്, വേറെ രീതിയാണ്, തട്ടിപ്പാണ്, ഇത് വെറുതെയാ, ഇതൊരു വേഷം കെട്ടലാണ്. ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ അപമതിച്ച് സംസാരിക്കുക, അഹന്തയോടെ ഗർവോടെ സംസാരിക്കുക. 1 സാമുവേൽ 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഈ കാര്യം കർശനമായി നിരോധിക്കുന്നുണ്ട്.
അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. എന്താണ് ദൈവത്തിന്റെ പറഞ്ഞ ഇത്രമാത്രം കർശനമായി ഗർവോടെയുള്ള സംസാരത്തെ നിരോധിക്കുന്നത്? കാരണമുണ്ട്. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം അതിൽ 24-ാമത്തെ തിരുലിഖിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും, അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ കാറ്റിൽ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ വേര് ജീർണിക്കുമെന്നും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ കാറ്റിൽ പറന്നു പോകുമെന്നും ദൈവം കർശനമായി താക്കീത് ചെയ്യുകയാണ്. വേരിരുന്ന് ജീർണിച്ചു പോവുക, പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം നമ്മിൽ മാത്രം നിൽക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഭാര്യയിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് എല്ലാം ഇത് പടർന്നു പിടിക്കുന്നല്ലേ ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത്. അവരുടെ വേര് അവിടെ ഇരുന്ന് ജീർണിച്ചു പോകും, അവരുടെ പുഷ്പങ്ങൾ കാറ്റിൽ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ കർത്താവിന്റെ വചനത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദേശത്ത് കർത്താവ് തൻ്റെ വചനവുമായി അയക്കുന്ന ശുശ്രൂഷകർ കടന്നു വന്നു, നമ്മുടെ ഇടവുകളിലേക്ക് വന്നു, നമ്മുടെ രാജ്യങ്ങളിലേക്ക് വന്നു, നമ്മുടെ ദേശാന്തരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് വന്നു. അവിടെ എങ്ങനെ നമ്മൾ അവരോട് പെരുമാറി, എങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുത്തി, എങ്ങനെ മേലധികാരികളുടെ അടുത്ത് നമ്മളത് വിവരിച്ച് കൽപ്പിച്ചു. 2 കരകൾ നന്നായിട്ട് ഉയർത്താം. ഈ ഒരു മേഖലയിൽ പ്രവചനങ്ങളെ നിന്ദിക്കരുത് എന്ന ഈ വചനത്തിന്റെ മേഖലകളിൽ ഏതെങ്കിലും ഇതിൽ കഴിഞ്ഞ നാൾ പാപം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകിക്കളഞ്ഞ് ഞങ്ങളെ ഉണർത്തണമേ കർത്താവേ. രാജ്യങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് സുവിശേഷത്തിലേക്ക് ഞങ്ങളെ ഉണർത്തണമേ കർത്താവേ. കുട്ടികൾ ഉണരട്ടെ, യുവതിവാക്കന്മാർ ഉണരട്ടെ, ആത്മാവിന്റെ അഭിഷേകം കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പവർ പവർ പവർ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുദാസന്മാർ. ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. പരിശുദ്ധാത്മാവേ, തിരിച്ചറിവിന്റെ അഭിഷേകമായി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങണമേ. അഭിഷേകമായി നിറയണമേ. ആരാധന 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 ആരാധന. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഉൾക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ, വചനത്തിന്റെ ആഴമുള്ള വ്യാഖ്യാനങ്ങൾ ലഭിക്കട്ടെ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിക്കട്ടെ, വെളിപാടുകൾ കൊണ്ട് സമൃദ്ധമാകട്ടെ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 സാമുവേൽ 2-ാം അധ്യായം 3-ാം തിരുലിഖിതം. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. Lord Jesus. ഈ നിമിഷങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താം. ദൈവമേ, ഞാനൊരു പാവ മനുഷ്യനാണ്, തീരെ നിസ്സാരനാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ നിലയിലായിരിക്കുകയാണ്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വന്നുപോയ അഹങ്കാരത്തിനെല്ലാം മാപ്പ് ചോദിക്കാം.
രോഗികൾ രോഗാവസ്ഥയിൽ ഈശോയെ നോക്കി കരഞ്ഞു വിളിക്കണം. അവിടുന്ന് അരികിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കൈകൾ ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ ഉയർത്താം. കുട്ടികളെ, ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. അനേക സിസ്റ്റേഴ്സും വൈദികരും തിരുസഭാ ശുശ്രൂഷകരും ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരഞ്ഞു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കുട്ടികളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളുടെ മേൽ ശക്തി ഒഴുക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ, നാശാവശിഷ്ടങ്ങളെ ഉയർപ്പിക്കണമേ. യേശുവേ, യേശുവേ. Hallelujah, Maranatha. Come, Lord Jesus.